ഒരു പ്രാവശ്യമെങ്കിലും അടിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാകും. കർത്താവ് കനിഞ്ഞു നൽകിയ നിധിയാണ്. നമ്മൾ ആരും ചോദിച്ചു വാങ്ങിച്ചതല്ല മക്കളെ നമ്മുടെ ജീവിതം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഇന്നത്തെയും നാളത്തെയും സഭയുടെ വലിയ സ്വപ്നം. നിങ്ങളിലൂടെയാണ് നാളെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ സഭ വളർന്ന് പടർന്ന് പന്തലിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ എന്നെ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേറെ സ്വപ്നങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള സ്വപ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് വരേണ്ടത് നിങ്ങളുടെ വിശ്വാസമാണ്. ഈ സീറോ മലബാർ സഭയുടെ അംഗമായിരിക്കുന്നതിലൂടെ നമുക്ക് ഒരു വലിയ വിശ്വാസ പൈതൃകത്തെക്കുറിച്ച് അഭിമാനത്തോടെ ഓർക്കാനുണ്ട്. അതാണ് മാർത്തോമാ ശ്ലീഹായിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസ പൈതൃകം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇത് രക്തം ചിന്തി ഈ മണ്ണില് വിശ്വാസം വളർത്തിയെടുത്ത ഒരു ശ്ലീഹായുടെ പൈതൃകമാണ്. ധീര രക്തസാക്ഷിത്വം നൽകിയ ഒരു വിശുദ്ധ ശ്ലീഹായുടെ തുടർച്ചയാണ്. ആ പൈതൃകമാണ് നമ്മൾ തുടരുന്നത്. ലോകരക്ഷകനായ മിശിഹായുടെ ശ്ലീഹന്മാരിൽ ഒരാളായ മാർത്തോമായും ഭാരതത്തിന്റെ മണ്ണിലെത്തി ഇവിടെ ജീവൻ സമർപ്പിച്ചു. ആ വിശ്വാസത്തിന്റെ പൈതൃകമൂറുന്ന പവിത്രമായ മണ്ണിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ട് നമുക്കൊത്തിരി അഭിമാനിക്കാനുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഓർക്കാനുണ്ട്. തോമാസ് ശ്ലീഹായുടെ വാക്കുകൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. എന്താണ് തോമാസ് ശ്ലീഹ പറയുന്നത്? ഈശോ യൂദയായിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വേളയിൽ ശിഷ്യന്മാരൊക്കെ കൂടെയുണ്ട്. തോമാസ് ശ്ലീഹ ഉൾപ്പെടുന്ന ശിഷ്യ സമൂഹം, അവരെല്ലാവരും ഈശോയെ തടയുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി യൂദയായിലേക്ക് പോകുന്ന സമയത്ത് ഈശോയെ നിർബന്ധപൂർവ്വം പറയും, അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയാൽ അപകടമുണ്ട്, കൊല്ലപ്പെടും. അതുകൊണ്ട് നിന്നെ കല്ലെറിയാനും കൊല്ലാനും കാത്തിരിക്കുന്നവർ അവിടെയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ഒരു സമയം. അപ്പോൾ ഒരാൾ മാത്രം വളരെ ധൈര്യപൂർവ്വം മുൻപോട്ട് കടന്നുവെന്ന് പറയും, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. തോമാസ് ശ്ലീഹായാണ്, മാർ തോമാസ് ശ്ലീഹായാണ് ധൈര്യപൂർവ്വം മുൻപോട്ട് വന്നിട്ട് ഈശോയോടെ കൂടെ മരിക്കാൻ നമുക്കും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക്, ബാക്കി ശ്ലീഹന്മാർക്ക് ധൈര്യം പകർന്നുകൊണ്ട് കർത്താവിനോട് കൂടെ നടന്നു നീങ്ങി. നമ്മൾ ഓരോരുത്തരും അത്രമാത്രം ധൈര്യശാലിയായ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു ശ്ലീഹായുടെ മക്കളാണ്. ആ ഒരു അഭിമാനബോധമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വാക്കുകൊണ്ട് പറയുക മാത്രമല്ല ശ്ലീഹ ചെയ്തത്. പിന്നീട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശ്ലീഹന്മാർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും അയക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലേക്ക് വരാനുള്ള നിയോഗം കിട്ടിയ ആളാണ് തോമാസ് ശ്ലീഹ. ഈ ഭാരതത്തിന്റെ മണ്ണിൽ വന്നിട്ട് മൈലാപ്പൂരിൽ വെച്ച് ഈശോ മിശിഹായ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ആർക്കു വേണ്ടി മരിക്കാൻ അന്ന് തന്നെ തയ്യാറായോ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സമയത്തിന്റെ പൂർത്തിയിൽ ജീവൻ അർപ്പിക്കാൻ മാത്രം ഭാഗ്യം കിട്ടിയ ഒരു മഹാവിശുദ്ധൻ, അതാണ് മാർ തോമാസ് ശ്ലീഹ. ആ വലിയ പൈതൃകമാണ് നമുക്ക് ഇന്നുള്ളത്. ഇന്നും പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിന്റെ പല ഭാഗത്തും വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഭാരതത്തിൽ പോലും എത്രയോ ഇടങ്ങളിൽ അതുപോലെയുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ നമ്മുടെ സഭയുടെ മക്കൾ അനുഭവിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ലോകത്തിന്റെ പല ഭാഗത്തും അതിക്രൂരമായ വിധം ക്രൈസ്തവർ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അവരാരും വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല. എത്രയോ അനുഭവങ്ങളാണ് നമുക്ക് ഈ മണ്ണിൽ തന്നെ ഉള്ളത്. ഇതിനെല്ലാമുള്ള ശക്തി കിട്ടുന്നത് എവിടുന്നാണ്? എല്ലാം കർത്താവിൽ നിന്നാണ്. നമുക്ക് വിശ്വാസം ആരിൽ നിന്ന് ലഭിച്ചുവോ ആ വിശ്വാസത്തിന്റെ എല്ലാം ഉറവിടമായ ഈശോ മിശിഹായിൽ നിന്നാണ് നമുക്ക് ഈ ശക്തി കിട്ടുന്നത്. എന്താണ് തോമാസ് ശ്ലീഹ നമുക്ക് നൽകുന്ന സന്ദേശം? തോമാസ് ശ്ലീഹായ്ക്ക് അവനോടുകൂടെ പോയി മരിക്കാൻ നമുക്കും പോകാമെന്ന് പറയാനുള്ള കരുത്തു കിട്ടിയത് പിന്നീട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിനെ പ്രതി ഈ ഭാരതത്തിൽ വന്നിട്ട് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുവാനുള്ള കരുത്തു കിട്ടുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിലുള്ള നിറവാണ്. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ തോമാസ് ശ്ലീഹ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? മാറുവാലാഹ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അതൊരു നിലവിളിയാണ്, വിശ്വാസത്തിന്റെ ഒരു നിലവിളിയാണ്. സഭാപിതാക്കന്മാര് പറയും, നമ്മുടെ വിശ്വാസം മുഴുവനും കാച്ചിക്കുറുക്കിയിട്ട് രണ്ട് വാക്കുകളാണ് മാറുവാലാഹ്, എന്റെ കർത്താവ്, എന്റെ ദൈവം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഈശോ മിശിഹായാണ് ഞങ്ങളുടെ കർത്താവ്, അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഊന്നിയാണ് സഭ വളർന്നിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് കല്ലിലും തടിയിലും ഒന്നുമല്ല, ഏതെങ്കിലും ബിംബങ്ങളിലല്ല, മരിച്ചു മൺമറഞ്ഞു പോയ ഒരു ചരിത്ര വ്യക്തിയിലല്ല.
ഇവിടെ ഈശോ മിശിഹാ എന്ന് പറയുന്ന ജീവിക്കുന്ന ദൈവപുത്രനായ അവിടുന്ന് മനുഷ്യ രക്ഷാർത്ഥം ഈ ഭൂമിയിൽ വന്നിട്ട് മരിച്ച് ഉയർത്തവനാണെന്ന് വിശ്വസിക്കണം നമ്മൾ. അതാണ് നമ്മുടെ വിശ്വാസം. ഉദ്ധിതനായ മിശിഹായിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ മരിച്ച് ഉയർത്ത ഒരു മിശിഹായില് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവൻ എൻ്റെ നാഥനും രക്ഷകനുമാണെന്ന് ഏറ്റുപറയുവാനുള്ള വിശ്വാസത്തിന്റെ നെഞ്ചുറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്നത് ഈശോ മിശിഹായിലാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എൻ്റെ കർത്താവിനെ വിട്ട്, ആ കർത്താവിനുള്ള വിശ്വാസം വിട്ട് ഒരു അടി പോലും മുൻപോട്ട് ഞാൻ പോകില്ല എന്ന് പറയാനുള്ള നല്ല തൻ്റെ ഇടമുണ്ടാവണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക്. കാരണം നമ്മൾ മാർത്തോമായുടെ മക്കളാണ്. ഭാരതത്തിൽ മാർത്തോമാ ശ്ലീഹ വന്നിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായി. രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുമെന്ന് ആ പിതാവിന് അറിയാമായിരുന്നു. അതുപോലുള്ള എതിർപ്പുകൾ ഈ മണ്ണിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷേ പിന്മാറിയില്ല. കാരണം കർത്താവ് ഈശോ മിശിഹായിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇതേ പൈതൃകം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതേ വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുന്ന മാർത്തോമായുടെ മക്കൾ. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന വ്യത്യസ്തങ്ങളായ വിശ്വാസ പ്രതിസന്ധികളുടെ നടുവിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കുണ്ട്. വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ മുമ്പിൽ എത്തുന്ന വർണ്ണാഭമായ, കൗതുകകരമായ, വശ്യമായ പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും അവിടെയൊന്നും നമ്മുടെ കണ്ണ് ഉടക്കി തകർന്നു പോകരുത്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ, രണ്ടില്ല, ഒറ്റ ജീവിതം മാത്രം. ഈ ജീവിതം കർത്താവിന് വേണ്ടിയിട്ട്, അവിടുത്തെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കാനുള്ള ജീവിതമാണ്. നമ്മൾ ഏത് ജീവിതാവസ്ഥയിലായിരുന്നാലും, എവിടെ എത്തിച്ചേർന്നാലും, ഏതു തരത്തിലേക്ക് നമ്മൾ വളർന്നാലും തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉയർന്ന് നല്ല നിലകളിൽ എത്തിച്ചേരാനുള്ളവരാണ്. അവിടെയൊക്കെ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒത്തിരി പ്രലോഭനങ്ങളുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അതിലൊന്നാണ് നമ്മുടെ സൈബർ മേഖലയിലെ പ്രലോഭനങ്ങൾ. എന്ന് വെച്ചാൽ മൊബൈൽ അഡിക്ഷൻ, സൈബർ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നങ്ങൾ നമ്മളിന്ന് നേരിടുന്നുണ്ട്. മൊബൈലിലൂടെ വഴി പിടിച്ച് തകർന്നു പോകുന്ന, താളം പിഴയ്ക്കുന്ന ഒരുപാട് കുട്ടികളും യുവജനങ്ങളും ഇന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്, ജീവിതം തകർക്കുന്നവരുണ്ട്, അവിഹിതമായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങി തകർന്ന് വീഴുന്നവരുണ്ട്. പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ചിറകറ്റു വീഴുന്ന ഈയാമ്പാറ്റുകളെ പോലെ തകർന്നു പോകുന്ന ജന്മങ്ങളുണ്ട്. മക്കളെ, നിങ്ങൾ അങ്ങനെ ആവരുത്, ഒരിക്കലും അങ്ങനെ ആവരുത്. അതുകൊണ്ട് അരുതാത്ത ഒരു തരത്തിലുമുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല. വഴിവിട്ട വഴികളിലേക്ക് ഇടറിപ്പോകാൻ പാടില്ല. നമുക്ക് ഈ ജീവിതം, ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി കർത്താവിനെ പ്രതി അഭിമാനത്തോടുകൂടി നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ളതാണ്. മയക്കുമരുന്നുകൾ, മദ്യം തുടങ്ങിയവ മറ്റു പ്രലോഭനങ്ങളാണ്. നമ്മുടെയൊക്കെ കാമ്പസുകളിലേക്ക് എത്തുന്ന മയക്കുമരുന്ന് ലോബികൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. തകർക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ തലമുറയെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന മയക്കുമരുന്ന് ലോബികളുണ്ട്. വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞു നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന മയക്കുമരുന്നിന് ഒരിക്കലെങ്കിലും നിങ്ങൾ അടിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തകരും. ഒരു പ്രാവശ്യമെങ്കിലും അടിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാകും. ഈ ജീവിതം ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഇത് കർത്താവ് നൽകിയ നിധിയാണ്. നമ്മുടെ ജീവിതം കർത്താവ് കനിഞ്ഞു നൽകിയ നിധിയാണ്. നമ്മൾ ആരും ചോദിച്ചു വാങ്ങിച്ചതല്ല മക്കളെ. നമ്മുടെ ജീവിതം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ജന്മം നൽകാൻ ദൈവം തമ്പുരാൻ തിരുമനസ്സായതുകൊണ്ടാണ്. വേറെ ആരും ചോദിച്ചു വാങ്ങിച്ചതല്ല. ദൈവം തന്ന ഈ ജീവിതത്തിന്റെ ഉടമ ദൈവമാണ്. ആ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത്. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ട് സുവിശേഷത്തിന്റെ വഴിവിട്ട് എങ്ങും പോകാനായിട്ട് പാടില്ല. തോമാസ് ശ്ലീഹ മറ്റൊരു സമയത്ത് ഇടപെടുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ഈശോ പറയുന്നു, തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ, ഭൗമിക അവസാന നാളുകളിൽ, ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ ഉൾപ്പെടുന്ന ശിഷ്യ സമൂഹത്തിന് എന്താണ് ഈ പറയുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. ശിഷ്യന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് ഭയമായിരുന്നു. അവിടെയും തോമാസ് ശ്ലീഹ മാത്രം ഇടപെട്ട് ചോദിക്കുന്നു, കർത്താവേ, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെയാ വഴി അറിയുന്നത്? അപ്പൊ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് എത്തുന്നില്ല. അപ്പൊ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയുന്ന ഈശോ മിശിഹായുടെ സുവിശേഷത്തിന്റെ വഴിവിട്ട്, ഈശോയുടെ തുടർച്ചയായ സഭയുടെ വഴിവിട്ട് എങ്ങും പോകാൻ പാടില്ലെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം.
വഴി വിട്ടുപോകരുത്. ഞാനിത് അടിവരയിട്ടും ആവർത്തിച്ചും പറയുന്നതിന്റെ കാരണം ഇന്ന് കുഞ്ഞുങ്ങൾ ഒത്തിരി തകർന്നു പോകുന്നുണ്ട്, വഴി വിട്ടുപോകുന്നുണ്ട്, ഇടറി വീഴുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയ മക്കളെ, വിശ്വസിക്കുന്നവരായി മാറുക, വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവരായി മാറുക, ഈ പൈതൃകത്തില് എന്നും അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നവരായി മാറുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയോട് ചേർന്ന് ജീവിക്കുക എന്നതിന്റെ അർത്ഥം. ഈശോ മിശിഹായുടെ ശരീരവും അവിടുത്തെ തുടർച്ചയുമാണ് തിരുസഭ. തിരുസഭയാകുന്ന അമ്മയെ സ്നേഹത്തോടുകൂടി കണ്ട് ഈ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മാമോദീസായിലൂടെ നമ്മൾ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും ജനിക്കുകയാണ് ചെയ്തത് മാമോദീസ സ്വീകരിച്ച വേളയിൽ. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാര് മാമോദീസ തൊട്ടിയെ സഭയുടെ ഗർഭപാത്രം എന്ന് വിളിക്കുന്നത്. ഈ സഭയെ സ്നേഹിക്കണം, ഈ സഭയെ അമ്മയായി കരുതണം. സഭാപിതാവായ സിപ്രിയാന്റെ വാക്കുകൾ നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്. സഭയെ അമ്മയായി കാണാൻ കഴിയാത്തവർക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അർഹതയില്ല എന്ന്. പ്രിയപ്പെട്ട മക്കളെ, ഓർക്കാം, നമുക്ക് സഭയെ നമ്മുടെ അമ്മയായി, തറവാടായി, കുടുംബമായി കാണാനായിട്ട് കഴിയണം. തീർച്ചയായിട്ടും സഭയെ സ്നേഹിക്കുമ്പോൾ സഭയുടെ ശുശ്രൂഷ നേതൃത്വത്തിലുള്ള അപ്പസ്തോല പിൻഗാമികളായ മെത്രാന്മാരും വൈദികരും എല്ലാം അതിന്റെ ഭാഗമാണ്. സന്യസ്തരും അൽമായ നേതാക്കളും എല്ലാം അതിന്റെ ഭാഗമാണ്. ഈ കൂട്ടായ്മയെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നത് പോലെ സഭയാകുന്ന കുടുംബത്തിൽ അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. സഭയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയണം. പ്രിയമക്കളെ, വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുക. നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി വരേണ്ടത് പരിശുദ്ധ കുർബാനയും കൂദാശകളുമാണ്. അടുക്കലടുക്ക് കുമ്പസാരിക്കാൻ കഴിയണം. ആവുന്നത്രയും ദിവസങ്ങളിൽ, ഞായറാഴ്ച തീർച്ചയായിട്ടും, അല്ലാത്ത ദിവസങ്ങളിലും ആവുന്നത്രയും ദിവസങ്ങളിൽ യോഗ്യതയോടെ പരിശുദ്ധ കുർബാനയിൽ തീഷ്ണതയോടെ പങ്കുചേർന്ന് ഈശോ മിശിഹായെ സ്വീകരിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ നിറയണം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഹൃദയം തുറന്നു പറയാൻ മാത്രമുള്ള ഒരു ഹൃദയ തുടിപ്പ്, ആ ഒരു തീഷ്ണമായ സ്നേഹം നമുക്കുണ്ടാവണം. കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഏതു സമയത്തും എവിടെയും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും സുവിശേഷത്തിന്റെ വഴിവിട്ട് കർത്താവിനെ മറന്ന് ഒരടി പോലും മുൻപോട്ട് ഞാനില്ല. എന്തെല്ലാം ഭൗമിക നേട്ടങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്താലും, എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ എനിക്ക് ഒരുക്കപ്പെട്ടാലും, എൻ്റെ കർത്താവിനെ വിട്ട് എൻ്റെ സഭയെ മറന്ന് ഒരടി പോലും ഞാൻ മുൻപോട്ട് വയ്ക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം, ആ ഒരു ആർജവത്വം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടാകണമെന്ന് തോമാസ് ലീഹായുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യം നിറഞ്ഞ മണ്ണിലായിരുന്നു കൊണ്ട് ഏറ്റുപറയാൻ നമുക്ക് പറ്റുമോ? തോമാസ് ലീഹായുടെ മക്കൾ ധീരതയോടുകൂടി ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞു. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി മുതൽ അങ്ങോട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതാ മാർത്തോമായുടെ മക്കൾ എത്തിക്കഴിഞ്ഞു. തോമാസ് ലീഹായുടെ വിശുദ്ധ പൈതൃകമുള്ള രൂപതകൾ അവിടെയൊക്കെ സ്ഥാപിതമായി കഴിഞ്ഞു. ധൈര്യപൂർവ്വം നമുക്കിനി മുൻപോട്ട് ഒരുപാട് കാലം സഞ്ചരിക്കാനുണ്ട്. സഭയ്ക്കുള്ളിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സുമെടുക്കാൻ പാടില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തളരാൻ പാടില്ല. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ഒറ്റ സമൂഹമായിട്ട് തീക്ഷ്ണതയോടുകൂടി നമ്മൾ മുൻപോട്ട് പോകണം. നന്നായി പഠിക്കണം. ഇവിടെ തന്നെ, ഈ കേരളത്തിൽ തന്നെ, ഈ ഭാരതത്തിൽ തന്നെ നല്ല ജോലികൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. പുറത്തേക്ക് പറക്കാൻ വേണ്ടി വെറുതെ വ്യാമോഹിക്കുകയല്ല. ഇവിടെ തന്നെ പിറന്ന് വീണ ഈ മണ്ണിൽ തന്നെ നന്നായി പഠിച്ച് ഉയർന്ന മിടുക്കരാകുവാൻ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ. നല്ല വിശ്വാസത്തോടു കൂടി, ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ എല്ലാ മക്കൾക്കും ഇടയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.